വെറുപ്പിനോട്, ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് വെറുപ്പിനോട് കുറച്ചൊന്ന് ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി സർക്കാർ പല ഘട്ടത്തിലും മൗനം അവലംബിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമൊക്കെ അതിൻ്റെ ഗുണം AK-സെന്റിൽ കിട്ടും, പക്ഷേ ഫൈനലി അതിൻ്റെ ഗുണം മാരാർജി ഭവനിലാണ് കിട്ടുക എന്നത് സർക്കാരിന് ഇപ്പോൾ മനസ്സിലാവണം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കണം. കാരണം ഈ വെറുപ്പിനോട്, വിദ്വേഷത്തോട്, നുണകളോട് മൗനം അവലംബിച്ചാൽ അതിൻ്റെ ഫലം കൊയ്യാൻ CPM-ന് പറ്റില്ല, വേറെ ഏതെങ്കിലും ഒരു മതനിരപക്ഷ കക്ഷിക്ക് പറ്റില്ല. അതിൻ്റെ ഫലം കൊയ്യാൻ പോകുന്നത് വർഗീയവാദികളായിരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദാഹരണം നമ്മോട് പറഞ്ഞു തരുന്നത് വർഗീയതയോടും നുണപ്രചാരണത്തോടും സന്ധിയായാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഈഴവരുടെ ഏതെങ്കിലും അവകാശത്തെ ഹനിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങൾ ഇവിടെ ഒന്നും നേടിയിട്ടില്ല. സർക്കാരിൻ്റെ കണക്കിതാണ്, മന്ത്രിമാരുടെ കണക്കിതാണ്, MLA-മാരുടെ കണക്കിതാണ്, ഉദ്യോഗത്തിലെ കണക്കിതാണ്. ഇത് സർക്കാർ വ്യക്തതയോടെ പറയണം. നർക്കോട്ടിക് ജിഹാദ് പ്രശ്നം ഉണ്ടായപ്പം കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും ഈ കേസുകളിൽപ്പെട്ട ആളുടെ കണക്ക് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ടല്ലോ. അതുപോലെ പറഞ്ഞ് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട ഒന്നാണിത്. ഇതിനെന്തുമാത്രം ടൈം എടുക്കുന്നോ അത്രയും ടൈം ഡാമേജ് കൂടുതൽ വലുതാവാനുള്ള സാധ്യതയുണ്ട് എന്ന് CPM മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ സർക്കാർ തന്നെ ഏതാണ്ട് തന്നെ വിട്ടമട്ടാണ്. അതായത് ശബരിമല പ്രക്ഷോഭകാലത്താണ് ഉണ്ടാക്കുന്നത്, ഈ വനിതാ മതിലിൻ്റെയൊക്കെ സമയത്ത്. അന്ന് ഉണ്ടാക്കിയ സർക്കാർ പൊതുവായി വിചാരിച്ചിരുന്നത് ഇതാണ്, ഈ നവോത്ഥാനം ഈ സർക്കാർ നടപ്പിലാക്കുന്നു, പിണറായി വിജയൻ പുതിയ കാലത്തിൻ്റെ നവോത്ഥാന നായകൻ. ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കരമായ സർക്കാരിൻ്റെ ഒരു വീരപരിവേഷം കിട്ടിയതായിരുന്നു. അതിൻ്റെ ഒരു പീക്കിലാണ് സത്യത്തിൽ രണ്ടുപേർ മല കയറിക്കോട്ടെ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് പോലും. അപ്പോൾ അതിലെ ശരിതെറ്റുകളിലേക്കല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഫൈനലി ഗവൺമെൻറ്റിന് ഒരു ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ 2019 മനസ്സിലായി ഈ ഈ അപ്പർ ലെയറിൽ കണ്ട പുകഴ്വാചകങ്ങളല്ല, താഴെ തട്ടിൽ പാർട്ടിക്കകത്ത് പോലും കടുത്ത വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ആ നവോത്ഥാനം സർക്കാർ അന്ന് അവസാനിപ്പിച്ചതാണ്. അതിൻ്റെ പിറ്റേന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വീട് കയറി ഞങ്ങൾക്ക് ശബരിമലയെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഡാമേജ് പരിഹരിച്ചത്. കാനവും ഈ കോടിയേരിയെ കൂടി വീട് കയറിയായിരുന്നു. അപ്പോൾ ആ നവോത്ഥാനത്തിന് സർക്കാർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. പിന്നെ 2021 ഗവൺമെൻറ് വന്ന് 2022 വീണ്ടും ഈ നവോത്ഥാന സംരക്ഷണ സമിതി യോഗം വിളിക്കുകയും ഒരു ഭരണഘടനാ രൂപീകരണ ചർച്ച നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് ഗവൺമെൻറ് ഉദ്ദേശം പരമാവധി സമുദായ സംഘടനകളെ ഇതിനകത്ത് കൊണ്ടുവന്ന് എല്ലാ സമുദായ സംഘടനകളായിട്ട് ബന്ധമുണ്ടാക്കി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സെറ്റാവുക. അതിൻ്റെ ഉദ്ദേശം വേറെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ അതിൻ്റെ ശൈഥില്യാവസ്ഥ തുടങ്ങി. കാരണം എന്താണ്, പുന്നല ശ്രീകുമാറിനെ പോലെ എന്താണ് ഈ നവോത്ഥാന സംരക്ഷണം എന്ന കാര്യത്തെക്കുറിച്ച് സാമാന്യ ബോധമൊക്കെ ഉള്ള ആളുകൾ അതിനകത്തുണ്ട്. അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം അന്ന് തന്നെ എൻ്റെ കൺവീനർ സ്ഥാനത്ത് ഒഴിഞ്ഞാണ്. കാരണം ഇതിന് പോക്ക് ശരിയായ വഴിക്കല്ല. ഇപ്പോൾ മലയരേ മഹാസഭ അവരതിനകത്ത് നിന്ന് വിട്ടു. കാരണം ഇത് നവോത്ഥാന മൂല്യ സംരക്ഷണം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ല പോകുന്നത് എന്നവർക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം മുന്നോക്ക സംവരണം നടപ്പിലാക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു സർക്കാർ ഈ നവോത്ഥാന സംരക്ഷണ സമിതി, സ്ത്രീ പുരുഷ ജാതി സമുദായ സമീകരണ സമവാക്യം എന്നൊക്കെ പറയുന്നതിൽ ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന സംഗതിയുള്ളൂ. അത് മനസ്സിലാക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. അതും ഗവൺമെൻറ് തന്നെയും അങ്ങനെ പൂർണ്ണാർത്ഥത്തിലൊരു നവോത്ഥാന സംരക്ഷണം അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നവോത്ഥാനം, എല്ലാ അർത്ഥത്തിലുമുള്ള സാമൂഹികമായ മൂല്യങ്ങളുടെ ഒരു വീണ്ടെടുപ്പ് എന്നത് അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സർക്കാരിന് പറ്റുന്നില്ല, സർക്കാരിന് പ്ലാനുമില്ല. പിന്നെ ശബരിമലയുടെ കാര്യം സർക്കാർ വിട്ടതുമാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ എൻ്റെ പൊടി പിടിച്ച് കിടക്കുന്ന ഏർപ്പാടാണ് നവോത്ഥാന സംരക്ഷണ സമിതി എന്നുള്ളത്. അതുകൊണ്ട് വേഗം നവോത്ഥാന സംരക്ഷണ സമിതിക്കകത്ത് പോയിട്ട് ഇദ്ദേഹത്തെ എടുത്തു കളയാം എന്ന് സർക്കാർ ആലോചിക്കില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഹിന്ദുക്കൾ ആയ ഈഴവരായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരാളായിട്ട് വെള്ളാപ്പള്ളി പെട്ടെന്ന് രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. ആ വെള്ളാപ്പള്ളിക്കെതിരെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്താൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, CPM എല്ലാ കാര്യത്തിലും ഒന്ന് അറയ്ക്കാൻ പോവാണ്. തൊടാൻ അവർക്ക് പേടിയാവും. ഇപ്പോൾ മുസ്ലിം പ്രീണനം കൊണ്ടാണ് ഇവിടെ നിങ്ങൾ തോറ്റുപോയതെന്ന് കുറേ ആൾക്കാർ അവരോട് പറയുന്നുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മിണ്ടാൻ ആ പാർട്ടി ഭയപ്പെടുമോ എന്ത് മീൻസ് അത് ഒരു തവണ പലതവണ അവർക്ക് കുറച്ചൊന്ന് ഒച്ച സംസാരിക്കാൻ ആലോചിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. ആ നിലക്കുള്ള വലിയൊരു ഒരു പ്രഷർ ഉണ്ടാക്കുകയാണ്. ഈ പ്രഷറിനകത്ത് കുടുങ്ങിപ്പോകാതിരിക്കാൻ രാഷ്ട്രീയമായ തെളിമയുണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. നൈമിഷികമായ ഇലക്ട്രൽ വിക്ടറീസിന് വേണ്ടി സ്വന്തം മൂല്യങ്ങളെയും നിൽക്കുന്ന പ്രതലത്തെയും ഒറ്റുകൊടുക്കുന്ന സമീപനം എടുക്കരുത്. അതിന് മുമ്പ് പലപ്പോഴും അവരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം എന്നവർ കുഴിയാണ്. ഇനിയെങ്കിലും ആ പാർട്ടിക്ക് തിരുത്താൻ സമയമുണ്ട്. പ്രോപ്പർ സ്റ്റെപ്സ് എടുത്തിട്ടില്ലെങ്കിൽ അതിന് അവർ മാത്രമല്ല നമ്മളൊന്നാകെ വില കൊടുക്കേണ്ടി വരും.